സുജിത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനെ, കോൺഗ്രസ് നേതാവിനെ ഈ കുറ്റപ്പെടുത്തുന്നത്, ഇയാളെന്തോ ഒരു ഗുണ്ടയാണ് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴിരിക്കുന്ന പിണറായി വിജയൻ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ് എന്നാണ് മറ്റുള്ളവരെല്ലാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെല്ലാം പറയുന്നത്. അവിടെ ഒരു പഴയ കേസിലെ പ്രതിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ചും 10-18 വയസ്സിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന ഒരാൾ, സ്വാഭാവികമായിട്ട് ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനുണ്ടാകും. ഈ ഫ്ലോറിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ എത്രയോ കേസുകളുണ്ട്. ചില കേസുകൾ തല്ല്, സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരല്പം പിടിവിട്ട കേസുകളൊക്കെ ആളുകളുടെ മേൽ ചാർത്തി കൊടുക്കുമെന്നതൊരു വസ്തുതയാണ്, നമുക്കറിയാം. ഇത്രയും നേരം ഇയാൾ ഉണ്ടയാണ്, ഇയാൾ കാരക്കൂട്ടിൽ ദാസനാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും എന്താണ് വസ്തുതാപരമായിട്ട് അയാൾക്കെതിരെയുള്ള വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കേസ്? ഇയാൾ ആരെങ്കിലും കുത്തിക്കൊലപ്പെടാൻ ശ്രമിച്ചോ? ഇയാൾ എന്തെങ്കിലും ബോംബെറിഞ്ഞോ? ഇങ്ങനെയൊന്നും പറയാൻ പറ്റിയിട്ടില്ല. നമ്മൾ കാണുമ്പോൾ അയാൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മേൽ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ചെറുപ്പക്കാരനായ നേതാവിന് മേൽ വരാവുന്ന അത്രയ്ക്ക് നമ്പർ കേസുണ്ട് എന്നല്ലാതെ ഇവർ കെ വി അബ്ദുൽ ഖാദർ പുറത്തും നിയമസഭക്കകത്ത് സേവ്യർ ചിറ്റലപ്പള്ളിയും മറ്റും പറഞ്ഞതുപോലെ ഒരു ആകപ്പാടെ കുഴപ്പക്കാരനായുള്ള ഒരാളാണ്, ആകപ്പാടെ ഒരു ഗുണ്ടയാണ്, കാരക്കൂട്ടിൽ ദാസനാണ് എന്നൊന്നും പറയാവുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ അത് രാഷ്ട്രീയ എതിരാളികൾക്ക് മേലെ ഇങ്ങനെ വെച്ചു കൊടുത്തു, കേസുണ്ട്, അതുകൊണ്ട് അയാൾ ആകപ്പാടെ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞാൽ ശരിയായില്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. ആകെ ഈ പോലീസിൻ്റെ ക്രൂരതകളെ ചോദ്യം ചെയ്യപ്പെടും എന്ന ഫീൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. ഞങ്ങൾ ഈ പോലീസിനെ ഞങ്ങളുടെ അഭിമാനത്തിനനുസരിച്ചിട്ട് നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഭരണം നടത്താൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ പോലീസിനെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന ഡാറ്റ സർക്കാർ, ഭരണപക്ഷം മുന്നോട്ട് വെച്ചതും പൊതുവിൽ നോക്കിയാൽ നമുക്കൊരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.